ഇനി ചീഫ് എഞ്ചിനീയറുടെ കസേരയിലേക്ക് ഈ എല്ലാ ഉത്തരവുകളും മറികടന്നുകൊണ്ട് ആസൂത്രണ ബോർഡിലെ അനധികൃത നിയമനം, PSC ക്രമക്കേടുകൾ, തിരിമറി എല്ലാം ഒരു വശത്ത് കിടക്കുമ്പോൾ വീണ്ടും ഇടതുപക്ഷം തുറന്നിട്ട പിൻവാതിൽ ഇതുവരെ അടച്ചിട്ടില്ല. വാടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ വാർത്ത? കേരള ഹൗസിംഗ് ബോർഡിലെ ചീഫ് എഞ്ചിനീയറുടെ ചട്ടലംഘന നിയമനത്തിൽ പരാതി നൽകി യുവമോർച്ച. അനർഹ നിയമനം പുനഃപരിശോധിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. സംസ്ഥാന വിജിലൻസ് വകുപ്പ് ഡയറക്ടർക്കാണ് പരാതി നൽകിയത്. വീണയുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. വീണ, എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ നീക്കം. എന്താണ് യുവമോർച്ച പരാതി നൽകാൻ ഒരുങ്ങുന്നതിനുള്ള പ്രധാന കാരണം? എന്തൊക്കെ കാര്യങ്ങളാകും ഈ പരാതിയിൽ ഉന്നയിക്കുക? ഒപ്പം ഈ അനർഹ നിയമനത്തെപ്പറ്റി ഇതുവരെയും ബന്ധപ്പെട്ടവർ ഒരക്ഷരം ഉരിയാടിയിട്ടില്ലല്ലോ, അല്ലേ? തീർച്ചയായും അശ്വതി കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസം ജനൻ TV ഇത് സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിരുന്നു. കേരള ഹൗസിംഗ് ബോർഡിലാണ് ചീഫ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അനർഹന് നിയമനം നൽകിയിരിക്കുന്നത്. ആ പട്ടികയിൽ, അതായത് 2023 ഈ ഒഴിവ് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിമുഖ പരീക്ഷ നടത്തുന്നു. അഭിമുഖ പരീക്ഷയിൽ മാർക്ക് നൽകിക്കൊണ്ട് അനർഹന് 2ാം റാങ്ക് നൽകുന്നു. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് നൌഷാദ് എന്ന വ്യക്തിക്ക് നിയമനം നൽകിയിരിക്കുന്നത്. ഈ നിയമനം മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള എന്നതാണ് ആരോപണം പ്രധാനമായി ഉയരുന്നത്. ഈ ആരോപണത്തിൽ തന്നെയാണ് യുവമോർച്ച വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ നിയമനം, അതായത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നൽകിയ നിയമനത്തിൽ കൃത്യമായ അന്വേഷണം വേണം. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നുള്ളൊരു ആവശ്യമാണ് വരുന്നത്. ഒപ്പം തന്നെ ഈ ചട്ടങ്ങൾ ലംഘിച്ചതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ കണ്ടെത്തണം. കൂടാതെ തന്നെ യോഗ്യരായിട്ടുള്ള 2ഉം 3ഉം റാങ്ക് ഉള്ളവർ നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ ഒഴിവാക്കിയതിന്റെ കാരണം കൃത്യമായി തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. പുനഃപരിശോധന നടത്തി അർഹരായവർക്ക് നിയമനം നൽകണമെന്നാണ് യുവമോർച്ചയുടെ പരാതിയിൽ പറയുന്നത്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് തുടർന്ന് നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടികളിലേക്ക് കൂടി കടക്കാൻ, അതായത് SIT പ്രത്യേകം ആയിട്ടുള്ള ഒരു SIT സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളൊരു ആവശ്യം കൂടി യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പുനഃപരിശോധന നടത്തി കൃത്യമായിട്ടുള്ളൊരു നിയമനം നടത്തണം. 25 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനം നടക്കുന്നത്. അതായത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമനം നടത്തുന്നത്. ആ നിയമനം കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിലേറി. പക്ഷേ UDF സർക്കാർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും നിലനിൽക്കുമ്പോൾ ഈ നിയമനത്തിൽ പുനഃപരിശോധന നടത്തുന്നില്ല. അതിൽ പുനഃപരിശോധന നടത്തി അർഹർക്ക് നിയമനം നൽകണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകുമ്പോൾ നടപടികൾ ഉണ്ടാകുമെന്നാണ് യുവമോർച്ചയും പ്രതീക്ഷിക്കുന്നത്. അശ്വതി കൃഷ്ണരാജ്. തീർച്ചയായും വീണ, അത് തന്നെയാണ്. അർഹർ കടക്ക് പുറത്ത്, അനർഹർ ഗെറ്റിൻ എന്നാണ് പറയുന്നത്. അതാണോ നയമെന്നാണ് ചോദിക്കാനുള്ളത്.